और मैं भी तुमसे कहता हूँ कि तू पतरस है और मैं इस पत्थर पर अपनी कलीसियाँ बनाऊंगा और अधोलोक के फाटक उस पर प्रबल ना होंगे. ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? फिलिप्पी का कैसरिया में यीशु मसीह अपने चेलों से पूछा, लोग मेरे बारे में क्या कहते हैं? അവർ ചാടി പറഞ്ഞു, യേശു യോഹന്നാൻ സ്നാപകനെന്നും ചിലർ യേശു കർത്താവ് ഏലിയാവെന്നും മറ്റ് വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറഞ്ഞു. उन्होंने कहा, कुछ लोग कहते हैं कि आप एलिया भविष्यवक्ता हैं, यूहन्ना बपतिस्मा देने वाला है, या भविष्यवक्ताओं में से एक है. യേശുവിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? और लेकिन यीशु मसीह अगले सवाल पूछा, तुम क्या कहते हैं कि मैं कौन हूं? ബാക്കി 11 പേരെയും ഞെട്ടിച്ചുകൊണ്ട് പത്രോസ് ചാടി പറഞ്ഞു, बाकी 11 लोगों को अचंभित करते हुए पत्रोस ने यूं कहा, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. तू जीविता परमेश्वर का पुत्र यीशु मसीहा है. യേശു പത്രോസിനോട് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, മറിച്ച് സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവത്രേ. यीशु पत्रोस से कहा, ये मांस और लहू इस भेद तुझ पर नहीं प्रकट किया, लेकिन मेरा स्वर्ग का पिता प्रकट किया है. നാം പ്രാപിച്ച ഏറ്റവും വലിയ വെളിപ്പാട് യേശു മശിഹ എന്നുള്ളതാ. യേശു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ രക്ഷകൻ എന്നുള്ള വെളിപ്പാടാണ്. आप अपने जीवन में पाया हुआ सबसे बड़ा भेद ये है जो आपके जीवन में प्रकट हुआ कि यीशु मसीह परमेश्वर का पुत्र है. ആ വെളിപ്പാടാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. वही प्रकाश हमें आनंद जीवन में ले जाएगा. യേശുവിന്റെ അടുത്ത വാക്കുകൾ ഇങ്ങനെയാ. यीशु के अगला वचन ऐसे हैं, ഈ വെളിപ്പാടിന്റെ മേൽ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ക്രിസ്തുവെന്ന വെളിപ്പാടിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. हे पत्रोस, इस प्रकाशन के ऊपर यीशु मसीह है, इस प्रकाशन के ऊपर मैं मेरा कलीसिया को बनाऊंगा. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല. अधोलोक के फाटक उस पर प्रबल नहीं होंगे. ഇന്നലകളിൽ പാതാള ഗോപുരങ്ങൾ ഒരുപാട് കാര്യങ്ങളുടെ മേൽ ജയിച്ചിട്ടുണ്ട്. पिछले दिनों में अधोलोक के फाटक बहुत से बातों के ऊपर जय पाया. അവറ്റകൾക്കൊന്നും ജയിക്കാൻ കഴിയാത്ത ഒരു ഉയരത്തിൽ ദൈവം തന്റെ സഭയെ പണിയും. उन फाटक को जय ना पाए वैसे ऊंचा स्थान में मैं मेरा कलीसिया को बनाऊंगा. പാതാള ഗോപുരങ്ങൾക്ക് എത്ര ഉയരമുണ്ടോ അതിലും മേലെ അവറ്റകൾക്ക് ജയിക്കാൻ കഴിയാത്ത അളവിൽ യേശു തന്റെ സഭയെ പണിയും. ये अधोलोक का फाटक कितना बड़ा और ऊंचा है, ओ विजय ना हो जाए इतना ऊंचा प्रभु कलीसिया को और बड़ा बना रहा है. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. एक क्षण हम अपने आंखों को बंद करें और प्रार्थना करें. സ്വർഗീയ പിതാവേ, നല്ല പകലിനായി സ്തോത്രം. स्वर्गीय पिता, अच्छा दिन के लिए धन्यवाद. അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവ് ഇട നൽകിയതിനായി സ്തോത്രം. आपकी आराधना करने के लिए और आपकी उपस्थिति को अनुभव करने के लिए आप दिया हुआ अवसर के लिए धन्यवाद. കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായി ദൈവ പ്രവൃത്തികൾക്കായി നന്ദി. अच्छे गवाही और आपके अद्भुत कार्यों के लिए धन्यवाद. കർത്താവേ, ഈ പകൽ അല്പനേരം സ്വർഗ്ഗത്തിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആവലോടെ അടുത്തു വരുന്നു. हे प्रभु, थोड़ा देर स्वर्ग से सुनने का इच्छा में हम आपके करीब आते हैं. പകൽ ദൈവം ഞങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കണം. आज दिन हम हरेक से व्यक्तिगत रूप में आप बात करें. ക്രൂശിൽ മറയുന്നു പരിശുദ്ധാത്മാവേ, ക്രിസ്തുവിനെ ഉയർത്താൻ കൃപ ചെയ്യും യേശുവിന്റെ നാമത്തിൽ. क्रूस के पीछे अपने आप को छिपा कर मांगते हैं कि पवित्र आत्मा यीशु के नाम को ऊंचा करने के लिए सहायता कर. പൗലോസ് കൊരിന്ത്യർക്ക് തന്റെ ഒന്നാം ലേഖനം എഴുതിയതിനു ശേഷം ചില വർഷങ്ങൾക്ക് ശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷം AD 56 മക്കദോനിയയിൽ വെച്ച് എഴുതുന്നതാണ് ഈ കൊരിന്ത്യ 2 കൊരിന്ത്യ. प्रेरित पौलुस पहला कुरिन्दी का पहला पत्र लिखने के कुछ दिनों के बाद कुछ सालों के बाद दूसरे बार कुरिन्दी सभा को लिखने वाला पत्री है दूसरा पत्री. മക്കദോനിയയിൽ വെച്ചാണ് എഴുതുന്നത്. मैकेडोनिया में ये लिखा है. തന്റെ ഒന്നാം ലേഖനം എഴുതിയതിനു ശേഷം पहला पत्र लिखने के बाद ചില നാളുകൾക്ക് ശേഷം താൻ അറിഞ്ഞു കൊരിന്ത്യൻ സഭ വളരെ കുഴഞ്ഞു മറിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളാൽ കിടക്കുകയാണ്. कुछ दिन के बाद में पता चला कुरिन्दी के कलीसिया बड़ा गड़बड़ी में है. अभी അവരെ വളരെ ശാസിച്ചുകൊണ്ട് താൻ രണ്ടാമതൊരു ലേഖനം എഴുതി. उनको डांटते हुए दूसरा पत्री लिखना शुरू किया. തീത്തോസിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. और तीतोस के हाथ में भेजा. ആ ലേഖനം
ഇതുവരെയും എവിടെയാണെന്ന് അറിയത്തില്ല, അതിപ്പോൾ ഇല്ല. वो हाथ से जो लिखा हुआ वो पत्री अब कहाँ है नहीं पता, उसके बारे में अभी तक पता नहीं है. ആ ലേഖനം ഇപ്പോൾ ഭൂമിയിൽ ഇല്ല, കണ്ടുകിട്ടിയിട്ടില്ല. ओरिजिनल आज तक मिला नहीं है. ആമേൻ, ഹല്ലേലൂയ. അതിനുശേഷം തീത്തോസ് ഈ ലേഖനവുമായി പോയിട്ട് മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ട് മടങ്ങി വരാത്തപ്പോൾ ആമേൻ, ഹല്ലേലൂയ, തന്നെ അന്വേഷിച്ച് മക്കദോനിയയിൽ നിന്ന് ആമേൻ എഫെസോസിൽ ആയിരുന്ന താൻ മക്കദോനിയ വരെ കടന്നു ചെല്ലുകയും അവിടെ തീത്തോസ് എന്ന ആമേൻ ദൈവമനുഷ്യനെ തന്റെ കോവർക്കറിനെ കാണുകയും ചെയ്തു. आमीन. वो उस पत्री लेकर तीतोस जाने के बाद तीतोस वापस नहीं आया था, इसलिए फिर बाद में तीतोस से मिलने के लिए पौलोस मकदोनिया में जाते हैं. അവിടെ ചെന്ന് ആമേൻ, ഹല്ലേലൂയ, തീത്തോസ് എന്ന ആമേൻ ഈ മനുഷ്യനെ കാണുകയാ. उधर जाकर तीतोस से मिलते हैं. അപ്പം തന്നിൽ നിന്നും കൊരിന്തിയ സഭയെക്കുറിച്ച് ഒരു നല്ല റിപ്പോർട്ട് ഇപ്പോൾ പൗലോസിന് കിട്ടി. लेकिन अभी इस बार तीतोस के द्वारा कोरिन्थी कलीसिया के बारे में एक अच्छा खबर मिला है. അതായത് പൗലോസിന്റെ രണ്ടാം ലേഖനം അവർ കേൾക്കുകയും തങ്ങൾ മാനസാന്തരപ്പെടുകയും നല്ല പ്രവൃത്തിയിൽ ആമേൻ, ഹല്ലേലൂയ, മടങ്ങി വരികയും ആത്മാവിൽ മുന്നേറുന്നതായ ഒരു നല്ല റിപ്പോർട്ട് തീത്തോസിൽ നിന്നും പൗലോസിന് കിട്ടി. उसके मतलब दूसरा पत्री जब कोरिन्थी के कलीसिया पाया, उसको पढ़ा, सुना और उस पर चलना शुरू किया है. ആമേൻ. അത് കേട്ട സന്തോഷത്തിൽ അതിനുശേഷം वो सुनकर आनंद से അതിനുശേഷം उसके बाद പൗലോസ് എഴുതുന്ന കൊരിന്ത്യർക്ക് എഴുതുന്ന മൂന്നാമത്തെ ലേഖനമാണ് സെക്കൻഡ് കൊരിന്ത്യൻസ്. उसके बाद में जो पौलोस तीसरा पत्री लिखता है वो है दूसरा पत्री. സംജയ, സെക്കൻഡ് കൊരിന്ത്യൻസ് ആമേ രണ്ടാമത് പൗലോസ് എഴുതിയ ലേഖനം ഇന്ന് എവിടാന്ന് അറിയത്തില്ല. इसके मतलब पहला कोरिन्थी लिखा, दूसरा कोरिन्थी जो लिखा वो मिला नहीं. ये जो दूसरा कोरिन्थी हम पढ़ते हैं वो तीसरा बार लिखा हुआ पत्री है. ഹല്ലേലൂയ. സോ ആമേൻ, ഇത് പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയതിൽ വെച്ച് ഏറ്റവും വ്യക്തിപരമായ ലേഖനമാണ്. ये नया नियम में पौलोस लिखने वाला पत्रियों में सबसे व्यक्तिगत बातें लिखने वाला पत्री है दूसरा पत्री. തന്റെ ഹൃദയം തനകത്തു നിന്ന് എങ്ങനെയുള്ള മനുഷ്യനെന്ന് തന്റെ ഹൃദയം കൊരിന്ത്യർക്കും നമ്മർക്കും പകരുന്ന ലേഖനമാണ് രണ്ട് കൊരിന്ത്യർ. पौलोस अपने हृदय को खोलकर अपने आप को प्रकट करने वाला एक पत्री है दूसरा पत्री. താൻ എങ്ങനെയുള്ള മനുഷ്യനെന്ന് അകമ എങ്ങനെയുള്ള മനുഷ്യനെന്ന് ഈ ലേഖനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. और इस पत्री पढ़ने से हमें पता चलता है पौलोस अंदर में कैसा व्यक्ति है. ആമേൻ. ഇന്ന് പകൽ അതിന്റെ 11-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് നാം വായിച്ചത്. आज दिन में हम उस 11 का 2 और 3 पद पढ़ा है. ഒരു പിതാവ് ആമേൻ താൻ ആത്മാവിൽ ജനിപ്പിച്ച തന്റെ ആത്മീക സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണിത്. एक पिता जिसने जन्म दिया उन बच्चों को आत्मिक संतानों को लिखने वाला पत्री है दूसरा पत्री. പിതാവ് പറയുകയാ, और उस पिता कहते हैं ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. मैं तुम्हारे लिए परमेश्वर का धुन लगाए रहता हूं. ദൈവത്തിന്റെ എരിവോടെ എരിയുന്ന ഒരു ദൈവമനുഷ്യൻ, परमेश्वर का धुन लगाए रखने वाला एक परमेश्वर का दास, അതാണ് പൗലോസ്. ओ है पौलोस. ആമേൻ. തന്റെ ശുശ്രൂഷയുടെ എല്ലാം ഡ്രൈവിംഗ് ഫോഴ്സ് ആ എരിവാണ്. पौलोस का सेवकाई का कारण वो धुन है जिसको उसने परमेश्वर से पाया. ഇന്ന് പകൽ ദൈവവേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽ മുതൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ഒരു എരിവ് ഇന്ന് പകൽ എൻ്റെ മേൽ കൈമാറണമേ എന്ന്. अगर यहाँ किसी को अगर सेवकाई करने का इच्छा है तो इन दिनों से अभी प्रभु की उपस्थिति में इन दिनों में तो बैठकर रो रो कर प्रार्थना करे, पिता तेरा हृदय के अंदर का धुन तो मेरे अंदर उंडेल दे. ദൈവത്തിന്റെ അകത്തൊരു എരിവുണ്ട്. परमेश्वर के अंदर एक धुन है. ഇന്ന് പകൽ നാം നടക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം ആ എരിവിന്റെ അകത്തു നിന്നായിരിക്കണം. आज दिन में हम चलना, हम सेवा करना, वो सब उस धुन के अंदर से निकल आना चाहिए. പൗലോസ് എന്ന ദൈവ മനുഷ്യന്റെ ശുശ്രൂഷയുടെ ചാലിക ശക്തി ആ എരിവായിരുന്നു. पौलोस प्रेरित का सेवकाई का रहस्य उनके अंदर पाया जाने वाला वो धुन है, वो उत्साह है. ആ ദൈവ മനുഷ്യൻ പറയുകയാ, और उस परमेश्वर का जन कह रहा है ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. मैं तुम्हारा बात एक पुरुष
पुरुष जो मसीह है उसके साथ लगाया है। എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. परंतु मैं डरता हूं कि जैसे सामने अपनी चतुराई से हव्वा को बहकाया वैसे ही तुम्हारा मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट ना किया ഞാൻ जाए। ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. मैं मसीह जो एक ही पुरुष है तुम्हारे बात लगाई है। ആമേൻ ഹല്ലേലൂയ. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. एक विवाह के बात लगाई है, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. एक शादी के बात लगाई ഇതിന്റെ है। നടുവിൽ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം, എന്റെയും നിങ്ങളുടെയും ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. यहाँ पर उधार पाया हुआ एक लोगों का सुबह समझना है आपका और मेरा विवाह के बात लगाई है। ആമേൻ. ഈ ഭൂമിയിൽ നിന്നല്ല, ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വരനുമായാണ് എന്റെയും നിങ്ങളുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നത്. आमीन। आपका विवाह की बात, आपका मंगनी ऐसे एक दुल्हा के साथ हो रखा है कि आपको दुनिया में कहीं ऐसे नहीं मिलेगा। അവന്റെ പേരാണ് ക്രിസ്തു യേശു. उनका नाम है यीशु मसीह। ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞിട്ടില്ല, विवाह नहीं हुआ, നിശ്ചയമാണ് കഴിഞ്ഞിരിക്കുന്നത്. मंगनी हो गया है, എൻഗേജ്മെന്റ് ഹാസ് ഓവർ. एनगेजमेंट हो गया അതിന്റെ है। അർത്ഥം വളരെ വേഗത്തിൽ തക്ക സമയത്ത് ഈ വിവാഹം നടക്കും. उसके अर्थ है जल्दी से ये विवाह होगा। എനിക്കും നിങ്ങളോടും കൂടി ഒരു വിവാഹ ഉടമ്പടി കഴിക്കേണ്ടതിന് സ്വർഗം വിട്ട് താണ ഭൂമിയിൽ ഇറങ്ങി കൽവറിയോളം തകർക്കപ്പെട്ട അവസാന രക്തം നൽകിയും നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തെങ്കിൽ നിശ്ചയ വാനമേഘത്തിൽ വളരെ വേഗം ഈ വേളി കഴിക്കേണ്ടതിന് അവൻ വെളിപ്പെട്ടിരിക്കും. अगर आपकी और मेरे साथ एक विवाह की बात लगाने के लिए स्वर्ग का महिमा छोड़कर मनुष्य बनकर उतर आकर क्रूस पर अपने प्राण बलिदान दिया तो ये भी सत्य है जल्दी से आपके साथ विवाह होने के लिए वो उतर आने वाला भी है। നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മണവാളനാണ് അവൻ. हमें जो मिल सकता है उसमें से सबसे श्रेष्ठ दुल्हा है। ആമേൻ. ഒരുപക്ഷെ നാം കണ്ടതിൽ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും വലിയ വിവാഹം അംബാനിയുടെ മോളുടെ ആയിരിക്കും. पिछले दिनों में हम सुना हुआ सबसे बड़ा विवाह शायद अंबानी का बेटी का विवाह എന്നാൽ था। അക്ഷരാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിവാഹവും പാർട്ടിയും അതെന്റെയും നിങ്ങളുടെയുമായിരിക്കും. അവിടെ വിളമ്പാൻ നിൽക്കുന്നതിൽ മനുഷ്യനായിരിക്കത്തില്ല, അവിടെ സകലതും ചെയ്യാൻ നിൽക്കുന്നത് ദൂതന്മാരായിരിക്കും. അവിടെ എന്റെയും നിങ്ങളുടെ വിവാഹം നടത്തുന്നത് ത്രികൈക ദൈവമായിരിക്കും. आमीन। लेकिन सबसे बड़ा विवाह जो होने जा रहा है वो आपका और मेरा है। उधर सेवा करने वाला कोई मनुष्य नहीं होगा, स्वर्गदूत होगा, वो पिता के सामने होगा वो विवाह। ഹല്ലേലൂയ. വിവാഹം നിശ്ചയിക്കുന്നിടം വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആരെയാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്? जब तक विवाह के बात ना लगाएं ये कंफ्यूजन रहता है किसके साथ मेरा विवाह होगा। പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഉറപ്പാ നാം ആരുമായിട്ടാ വിവാഹം കഴിക്കാൻ പോകുന്നത്. लेकिन जब एंगेजमेंट हो जाए तो हमें पता चलता है किसके साथ मेरा विवाह होने जा रहा है। ഇപ്പോഴുള്ള ഈ സമയം अब ये समय है, നീ അവനെ അറിയാനുള്ളതാ. ये आप उसको जाने उसका समय है। നമ്മുടെ ആത്മമണവാളനെ അറിയുവാനോ അവന് വേണ്ടി തന്നെ ഒരുക്കാനും ദൈവം നൽകിയ സമയമാണിത്. हमारे आत्मा का दुल्हा को जानना और उसके लिए अपने आप को संवारने का परमेश्वर दिया हुआ अवसर है ये। ആമേൻ. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ആത്മാവിൽ ഞാൻ അങ്ങ് പ്രവചിക്കുക. आमीन। विवाह की बात करें तो मैं आत्मा में एक बात भविष्यवाणी कर रहा हूं। 2019 വിവാഹ പ്രായമായ എല്ലാവരുടെയും വിവാഹം നടക്കട്ടെ. 2019 में जितने लोग विवाह की उम्र में हैं उनका सबका विवाह होने पाए। നിനക്കൊരു നിശ്ചയം ഉടനെ സംഭവിക്കാൻ പോകുന്നു. तेरा जीवन में भी एक मंगनी जल्दी होने जा रहा നീ है। ആരെ വിവാഹം കഴിക്കുന്നെന്ന് ആമേൻ ഒരു നിശ്ചയം ഉടനെ വെളിപ്പെടും. तेरा विवाह होने जा रहा है उसके आमीन बाद
आज जल्दी होने जा रहा है। ഇപ്പോൾ ഞാൻ മടങ്ങി വരിക ആത്മീയ വിവാഹം. लेकिन हम वापस आए आत्मीय विवाह के ऊपर। പ്രിയരെ, ഈ സ്വർഗ്ഗത്തിലെ ഈ ഭൂമിയിലെ വിവാഹവും ഇതും എൻഗേജ്മെന്റ് എല്ലാം ഇതെല്ലാം ഒരു നിഴലാണ്. I mean ये पृथ्वी का विवाह और इधर के शादी एंगेजमेंट सब उसका एक परिचाया है। ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ആത്മ മണവാളൻ നമുക്ക് വേണ്ടി വരും. हमारा आत्मिक दुल्हा हमारे लिए आ रहा है। അവൻ എത്രത്തോളം നമ്മെ സ്നേഹിച്ചെന്നറിയാവോ? ओ हमें कितना प्यार किया मालूम है? കൽവറിയോളം सूली पर प्राण बलिदान देने तक कि आखिरी बूंद लहू बहाने तक वो हमसे प्रेम किया। ഹല്ലേലൂയ. ആമേൻ. പൗലോസ് എന്ന ദൈവ മനുഷ്യൻ ആത്മീയ പിതാവിന്റെ ആഗ്രഹം നമ്മെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കണമെന്നുള്ളതാണ്. पौलुस जो कुरिन्दी के कलीसिया के आत्मिक पिता था, उस परमेश्वर का जन का इच्छा है कि हमें एक पवित्र कुंवारी होकर उसको सौंप दे। ആമേൻ. ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ആമേൻ ഒറിജിനിറ്റി കന്യാത്വം. आमेन। एक पति को पत्नी देने वाला सबसे बड़ा गिफ्ट है उसका पवित्रदायी, उसका कुंवारीपन। ആമേൻ. നിർമ്മല കന്യകയായി അവൻ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തു. हम एक पवित्र कुंवारी होकर हमारे संग विवाह के बातचीत लगाई है। നമ്മളെ കൊണ്ട് നിർമ്മല കന്യകയാകാൻ കഴിയത്തില്ല. हम पवित्र कुंवारी नहीं बन പക്ഷേ सकता, വചനം പറയുന്നു, लेकिन बाइबल कहता है നമ്മെ വചനത്താലുള്ള ജലസ്നാനത്താൽ അവൻ വെടിപ്പാക്കി അവൻ നമ്മെ അവന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു. आमीन। वचन कहता है ओ अपने आप को इसलिए दिया कि आमीन वचन का जल का स्नान से हमें पवित्र कर कर शुद्ध कर कर निर्दोष होकर उनके सामने खड़ा करे। ഹല്ലേലൂയ. ഒരു നാൾ വരും, एक दिन आ रहा നാം है, അവന്റെ സന്നിധി നിർമ്മല കന്യകമാരായി हम उनके सामने पवित्र हमें कुंवारी होकर ആ വിവാഹവേളയിൽ നാം ഏറ്റവും നന്നായി സ്വർഗ്ഗത്താൽ അണിഞ്ഞ് ഒരുക്കപ്പെട്ടവരായി അവന്റെ മുമ്പിൽ നിൽക്കും. आमीन। हम इतना सवार कर सुंदर होकर उस दिन उसके सामने हम खड़ा होंगे। ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആമേൻ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിവാഹം എന്റെയും നിങ്ങളുടെയും അവനോട് കൂടെയായിരിക്കും. आमीन। दुनिया का सबसे सुंदर और अद्भुत और अच्छे विवाह आपका और मेरा जो यीशु के साथ होने जा रहा है वो होगा। എന്നെയും നിങ്ങളെയും വിശുദ്ധ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ വിവാഹ നിശ്ചയം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. हमारा विवाह की बात लगाई है, എന്നാൽ लेकिन സർപ്പം सांप ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ हवा को धोखा दिया। ആമേൻ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിങ്ങളെയും ചതിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. जैसे हवा को सामने धोखा दिया वैसे ऐसे तुम्हें भी धोखा देकर जो तुम्हारा मन के सीधाई और एकाग्रता जो मसीह के साथ है वो कहीं भ्रष्ट ना किया जाए। അതിന്റെ കാരണം ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. आमीन। उसके कारण पौलुस कहता है जिस मसीह का प्रचार हमने नहीं किया, आमीन, कोई और आकर किसी और मसीह का प्रचार करते हैं और कोई आत्मा तुम पाते हैं और कोई बात तुम सुनते हैं तो उसी के ओर तुम बह जाते हैं, ये अद्भुत है। എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ सांप धोखा से हवा को फंसाया। നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളെയും ചതിക്കുമോ എന്ന് तुम भी धोखा ना खाए। ഭയപ്പെടുന്ന ഒരു ദൈവ മനുഷ്യൻ ऐसे एक परमेश्वर का जन इस बात को सोच कर डर रहा है। ഒന്നാമത്തെ ചതി സംഭവിച്ചത് ആമേൻ ഏദനിലായിരുന്നു. पहला धोखा एदन के बाटिया में हुआ। സുന്ദര മനുഷ്യനെ ഉപായത്താൽ ആമേൻ പഴയ പാമ്പ് ചതിച്ചു. परमेश्वर के पवित्र और सुंदर जन आदम और हवा को सांप जो पुराना सांप और शैतान है उसको उन्होंने धोखा दिया। ആ ചതി ഇനിയും സംഭവിക്കുമെന്ന് ഭയപ്പെടുകയാണ്. लेकिन आप ऐसे धोखा फिर से ना हो जाए इसके बारे में पौलुस डर रहा है। അങ്ങനെ ചതി സംഭവിച്ചാൽ നമ്മളിൽ നടക്കുന്ന കാര്യം अगर ऐसे धोखा हमारे जीवन में होता तो क्या होगा? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നാം വഷളായി. मसीह के साथ जो सीधाई और सच्चाई का मन है वो भ्रष्ट हो जाएगा। പറ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ये कहे कि मसीह के साथ एकाग्रता, बोलिए बोलिए, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. मसीह के साथ एकाग्रता।
നാം രക്ഷിക്കപ്പെട്ട സമയത്ത് हम जब उद्धार पाए, യേശുവായിരുന്നു നമുക്ക് ഒന്നാം സ്ഥാനം. यीशु था हमारा जीवन का पहला स्थान में. ഇപ്പോൾ എത്ര പേർക്ക് പറയാൻ പറ്റും യേശു ഒന്നാം സ്ഥാനം എന്ന്? अभी कितना लोग कह सकते हैं मसीह पहला स्थान में है? കൈപൊക്കണ്ട. हाथ ना उठाना. ആമേൻ. എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റും? दिल से कितना लोग कह सकता है? അവന്റെ ഒന്നാം സ്ഥാനം ഇപ്പോൾ എവിടെയാണെന്ന് എത്ര പേർ ചിന്തിക്കും? हमें कितने लोग सोचेंगे यहाँ पर बैठकर मेरे जीवन में पहला स्थान मैंने किसको दिया है? ഒരിക്കൽ അവനായിരുന്നു. पहले यीशु था. കാലം കഴിഞ്ഞപ്പോൾ അത് ഭാര്യയായി, ഭർത്താവായി, കുഞ്ഞുങ്ങളായി, സാഹചര്യങ്ങളായി, लेकिन समय बीतने के बाद में वो पत्नी बन गया, पति बन गया, बच्चा बन गया, समस्या बन गया और बातें बन गया. ഇന്ന് പകൽ അവൻ അവന്റെ സ്ഥാനത്തെ വിട്ടുകൊടുക്കത്തില്ല. आज सुबह प्रभु अपने स्थान छोड़ना नहीं चाहते हैं. മഹത്വത്തെ അവൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. उनके महिमा किसी को नहीं देता. He is a zealous God. आमीन. वो धुन रखने वाला, जलन रखने वाला परमेश्वर है. കുറിച്ച് അവനൊരു ജലസ് ഉണ്ട്. आपके बारे में एक जलन रखने वाला है. അവന് നീയാണ് ഒന്നാമത്. आमीन. उसके लिए आप पहला होना है. അവന് നീയാണ് ഒന്നാമത്. उनके लिए आप पहला स्थान में हैं. അവൻ അത് തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. और आपसे भी वही उम्मीद कर रहा है. ഒന്നാം സ്ഥാനം അവനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. जीवन में पहला स्थान हम उसको देने पाए. എനിക്കും നിങ്ങൾക്കും യേശു ഒന്നാം സ്ഥാനം. आमीन. आप और मेरे लिए यीशु पहला स्थान रहे. നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും അവൻ പോകും. आपके लिए किसी भी सीमा तक हो जाएगा. എന്തും ചെയ്യും. कुछ भी वो करेगा. കർത്താവ് അത് തെളിയിച്ചതാണ്. प्रभु ने उसको प्रमाण दिया. നാം അവൻ ഒന്നാം സ്ഥാനമെന്ന് അവൻ തെളിയിച്ചതാണ്. आमीन. उन्होंने ये प्रमाणित किया कि उनके जीवन में पहला स्थान हम हैं. അതുകൊണ്ട് അവൻ സ്വർഗം വിട്ട് താണ ഭൂമിയിൽ കേവലം മനുഷ്യനായി വന്നത്. इसलिए स्वर्ग का महिमा छोड़कर ये केवल मानव बनकर उतर आया. ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചു. किसी भी सीमा तक वो जा सकता है. അതുകൊണ്ടാണ് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സിംഹാസനം വിട്ടവൻ വന്നത്. इसलिए परमेश्वर का बराबरी छोड़कर सिंहासन को त्याग कर पृथ्वी में उतर आया. വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന് തെളിയിച്ചു. आपके लिए कुछ भी करेगा उसने प्रमाण दिया. അതുകൊണ്ട് ഒന്ന് കുറയാതെ 39 അടികൾ പീലാത്തോസിന്റെ കൽത്തളത്തിൽ എന്റെയും നിങ്ങളുടെയും സൗഖ്യത്തിന് വേണ്ടി അവൻ ഏറ്റത്. इसलिए ये कम 40 कोड़े आप और मेरे लिए आमीन वो खाया. ആമേൻ. അതുകൊണ്ടാണ് ശാപത്തിന്റെ ചിഹ്നമായ മരക്കുരിശുമായി അവൻ കാൽവരി കയറിയത്. इसलिए श्राप का चिन्ह जो सूली उठाकर वो कालवरी के पहाड़ पर चले गए. അതുകൊണ്ടാണ് തന്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും നൽകി അവൻ വീണ്ടെടുത്തത്. इसलिए वो आखिरी बूंद लहू तक हमारे लिए क्रूस पर बहाया. അവൻ എന്തെങ്കിലും തരണമെന്നുണ്ടായിരുന്നപ്പോൾ അവൻ എല്ലാം നമുക്ക് വേണ്ടി തന്നു. आमीन. जब वो आपके लिए देने का समय था उनको वो सब कुछ आपके लिए दे दिया. അവന് അവൻ നീയാണ് അവനെല്ലാം. और ये बात सत्य है, उनके लिए आप बहुमूल्य हैं. അവന്റെ സ്വപ്നം നീയാണ്. उनका स्वप्न आप നീ हैं. അവന്റെ മണവാട്ടിയാണ്. आप उनका दुल्हन हैं. ചേറ്റിലും പാപത്തിലും കടന്നപ്പോൾ നിനക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു. पाप का कीचड़ और शैतान का बंधन में अंधकार में पड़े हुए थे, तब आपके लिए वो मारा गया. അവൻ നമ്മെ വീണ്ടെടുത്തു. और वो हमें खरीद लिया. തന്റെ സ്നേഹത്തെ പ്രകടമാക്കി. और अपने प्रेम को प्रकट किया. അവൻ നമുക്ക് ഒന്നാം സ്ഥാനം തന്നു. और उसके जीवन में आप पहला स्थान में हैं. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ आज सुबह हमारे जीवन में അവൻ എത്രാം സ്ഥാനമാണ്? कौन सा स्थान आप उसको देते हैं? നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യമാണ് നിങ്ങളുടെ ബ്രെയിനെ തിന്നുന്ന ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ आप सोच के देखें कि सबसे ज्यादा किस बात पर आप सोचते रहता है. ഏത് കാര്യം നിങ്ങൾ ഏറ്റവും कौन എക്സൈറ്റഡ് सा ആണ്? बात में आप ज्यादा एक्साइटेड होते हैं, आपका दिमाग को खाते हैं? അതാണ് നിന്റെ ഒന്നാം സ്ഥാനം. वो है आपका जीवन का पहला स्थान. യേശുവാണോ നിങ്ങളുടെ ചിന്തകളുടെ आपका चिंताओं में हमेशा क्या यीशु है? യേശു പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഭർത്താവിനേക്കാൾ കുഞ്ഞുങ്ങളെക്കാൾ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കും. यीशु ने कहा अगर तू अपने पति और पत्नी और बच्चों से अधिक मुझे ना प्रेम करते हैं. പ്രിയരെ, അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെ ഒന്നും സ്നേഹിക്കേണ്ടെന്നല്ല. इसके अर्थ यह नहीं कि आप अपने पति से प्रेम ना करें, पत्नी से प्रेम ना करें. അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ബന്ധം ശരിയാക്കുമെങ്കിൽ उसके अर्थ है कि आपका संबंध परमेश्वर के साथ, प्रभु के साथ सही रहेगा. ഓട്ടോമാറ്റിക്കലി ഈ ബന്ധം ക്ലിയർ ആവും. बाकी सारे संबंध रिलेशन ठीक हो जाएगा.
ഇത് ക്ലിയർ ആകാത്തിടത്തോളം കാലം ये रिलेशन जब सही नहीं होता, ഈ ബന്ധം ക്ലിയർ ആകണം. बाकी सारे रिलेशनशिप में समस्या आता है. അത് കാരണം ഈ ബന്ധം ക്ലിയർ ആണെങ്കിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് ആത്മാവിൽ നമുക്ക് ചലിക്കാൻ പറ്റും. इसके मतलब इस संबंध, जब प्रभु के साथ आपका संबंध अगर सही है तो आप आत्मा में चलेंगे, प्रभु के अनुग्रह में आप चलेंगे. ഒരു നോട്ടം മതി, ഒരു വാക്ക് മതി നമ്മുടെ കൂടെയുള്ളവർക്ക് സന്തോഷവും ആനന്ദവും പകരാൻ. एक देखना, एक शब्द बोलना ही हमारे आपके साथ जो है उनको आनंद और संतुष्टि देने के लिए काफी होगा. ബന്ധങ്ങളുടെ അകത്ത് ഉലച്ചിൽ സംഭവിക്കുന്ന ചിലരോട് ആത്മാവ് ഇന്ന് പകൽ പറയുന്നു. हम संबंधों में खिलावट अनुभव करने वाला, परेशानी देखने वाला कुछ लोगों से पवित्र आत्मा सुबह कह रहा है, പകൽ നഷ്ടപ്പെട്ടു പോയ സ്വർഗവുമായുള്ള ബന്ധം നീ മടക്കിയെടുക്കുക. आज सुबह आपका संबंध जो स्वर्ग के साथ था, जो खो गया, उसको दोबारा वापस बनाए. യേശുവുമായി ആമേൻ. യേശു നമ്മുടെ ഒന്നാം സ്ഥാനമാകട്ടെ. यीशु आपके जीवन में पहला स्थान में आए. 10 മണിക്കൂർ നിന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ 10 മണിക്കൂർ കൊടുത്തിട്ടും നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയാത്ത നിന്റെ ഭർത്താവിനെയും നിന്റെ ഭാര്യയെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിനക്കൊറ്റ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയും അവൻ ഒന്നാം സ്ഥാനമായാൽ. आमीन. 10 घंटा साथ में रहकर पत्नी खुश नहीं हो रहे, पति खुश नहीं हो रहे, बच्चा खुश नहीं हो रहा है, लेकिन आमीन अगर प्रभु के साथ तू समय बिताएगा, एक क्षण काफी है, वो खुश हो जाएगा. ആമേൻ. ഹല്ലേലൂയ. അവനാകണം നമ്മുടെ സ്വപ്നം. आमीन. ओ आपका स्वप्न रहे. ആമേൻ. അവനാണ് നമ്മുടെ മണവാളൻ. ओ हमारा दुल्हा है. അവനെ അറിയാനാണ് ദൈവം ഈ സമയം തന്നത്. ये समय प्रभु आपको इसलिए दिया कि आप उसको जाने. അവനെ അറിയുന്നത് ഇതിന്റെ അകത്താണ്. आमीन. इस वचन के द्वारा आप उसको जानते हैं. നാം അവന് വേണ്ടി ഒരുങ്ങുന്നത് അവന്റെ സാന്നിധ്യത്തിലാണ്. आमीन. उसकी उपस्थिति में हम अपने आप को संवार रहा है उसके लिए. പിശാച് ചതിന്റെ ചതിയിൽ പെട്ടുപോയെങ്കിൽ ഒന്നാമത് സംഭവിക്കുന്ന നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. आमीन. शैतान के धोखा में अगर फंस जाते हैं तो पहले बात हमारा मन का एकाग्रता आमीन भ्रष्ट हो जाते हैं. രണ്ടാമത് दूसरा നിർമ്മല മനസാക്ഷിയുള്ളത് നഷ്ടപ്പെടും. आमीन. सच्चा मन है वो नष्ट हो जाएगा. ഏദനിൽ സംഭവിച്ചത് അതാണ്. एदन की वाटिका में भी वही हुआ. എപ്പോൾ ആദവും ഹവ്വയും ആമേൻ ചതിയിൽ പെട്ടോ, आमीन. आदम और हव्वा जब धोखा में आया, ആമേൻ, അവരുടെ നിർമ്മല മനസാക്ഷി നഷ്ടപ്പെട്ടു. उनके सच्चा मन भ्रष्ट हो गया. ആ ഈവനിങ്ങിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് ഇവർ ഓടി പോകാൻ उस പറ്റുന്നില്ല. शाम के समय जब परमेश्वर उतर आया, परमेश्वर के पास दौड़ करे जा नहीं पाया അവർ ഒളിഞ്ഞിരിക്കുകയാ. और अपने आप को छिपाया. ആമേൻ, അവർക്ക് മനസ്സിലായി എന്തോ കുഴപ്പം പറ്റി. आमीन. उनको खुद मालूम था कुछ समस्या है. ഹല്ലേലൂയ. ആമേൻ. ഇന്നലകളിൽ വരെ യേശു ദൈവം ഇറങ്ങി വരുമ്പോൾ ഓടി അവന്റെ അടുക്കലേക്ക് അടുത്തു പോകുന്നവൻ. आमीन. कल तक जब परमेश्वर शाम को उतर आते थे, दौड़कर परमेश्वर के पास जाते थे, ഇപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. लेकिन अब प्रभु के पास जा नहीं रहा है. അതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. आमीन. अब उसको उपस्थिति अनुभव नहीं कर पा അവൻ रहा അവനെ है. തന്നെ മറയ്ക്കാൻ തുടങ്ങി. ദൈവ वो अपने आप को छुपाना शुरू कर दिया. ഇന്ന് പകലിൽ അങ്ങനെ ആരുടെങ്കിലും ജീവിതത്തിൽ अगर आज सुबह वैसे किसी के जीवन में हो रहा है, പകൽ യേശുവിനോട് പറ, കർത്താവേ ആ നിർമ്മല മനസാക്ഷി എനിക്ക് മടക്കി നൽകണം. आमीन. आज सुबह आप प्रार्थना करें, प्रभु वो सच्चा मन मुझे वापस दे. ഏത് നിമിഷവും അവന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്ന ഒരു നിഷ്കളങ്കമായ ഹൃദയം, किसी भी क्षण में उसके पास दौड़ के जाने वाला एक प्रेम. ഹല്ലേലൂയ. അങ്ങനെ ഒരു നല്ല മനസാക്ഷിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാ നമുക്ക് കൃപ ചെയ്യട്ടെ. ऐसा एक अच्छे मन के साथ जीने के लिए पवित्र आत्मा हमारा सहायता करे. ഞാൻ വളരെ വേഗത്തിൽ നിർത്തുന്നു. मैं जल्दी समाप्त कर रहा ആമേൻ. हूँ. ഹല്ലേലൂയ. സ്തോത്രം. അവനോട് ഈ ചതി സംഭവിച്ചാൽ आमीन. अगर ये धोखा में अब आए, ഒന്ന് ഏകാഗ്രത നഷ്ടപ്പെടും, पहले एकाग्रता भ्रष्ट हो जाएगा, മനസാക്ഷി നഷ്ടപ്പെടും, दूसरा सच्चे मन खराब हो जाएगा നാം വഷളായി പോകും. और हम बेकार हो जाएगा. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ इसलिए തിരിച്ചറിയണം. शैतान का धोखा को तुम समझना है. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. उसका धोखा, उसका चालाकी को तुम ഏത് समझना है. വിഷയങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്നതെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. आज आपको समझना कौन सी बात आपका सीधाई और एकाग्रता मसीह के साथ है, उससे आपको खींच ले जा रहा है. ഭാര്യ ഒന്ന് പറയും, ഭർത്താവ് 10 പറയും. आमीन. पत्नी एक बात कहेगा, पति 10 बात कहेगा. പോയി ഏകാഗ്രത. गया, भ्रष्ट हो गया ഒന്ന് एकाग्रता. പറയും, ഭാര്യ 2 പറയും. हमें पति 1 बोलेगा, पत्नी 4 बोलेगा. പിന്നെ അന്നത്തെ ദിവസം പ്രാർത്ഥനയില്ല. फिर उस दिन प्रार्थना नहीं होगा. നമ്മുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ കാര്യങ്ങൾ നടന്നില്ല, അന്ന് ഇന്ന് ആരാധന. हमारा पसंद से काम नहीं हुआ तो आज गया प्रार्थना.
ഇന്ന് പകൽ സാത്താൻ നമ്മെ തന്ത്രപരമായി കുടുക്കിക്കളയുന്ന പല മേഖലകളുണ്ട് പ്രിയരെ. आज समझ लेना शैतान आपको धोखा देकर चालाकी से फंसाने वाला उनका तंत्र है. നീ ക്ഷമിക്കാതെ വിട്ടുകൊടുക്കാത്തപ്പോൾ, നിന്റെ ഭർത്താവിനെതിരെ വിട്ടുകൊടുക്കാത്തപ്പോൾ നീയല്ല ജയിക്കുന്നേ, നീ അക്ഷരാർത്ഥത്തിൽ പിശാചിന് മുമ്പിൽ തോറ്റോടുകയാ. तुम अपने पति को क्षमा कर कर छोड़ नहीं देते हैं, तब तुम नहीं जय पा रहा है, शैतान जय पा रहा है. ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയാം, കായിക ബലം കൊണ്ട് നീ അവളെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നീയാണ് തോൽക്കുന്നത്. आमीन. पति पत्नी को मारने वाला कोई पति है तो मैं आज सुबह कहना चाहते हैं, आपके आरोग्य और बल के साथ आप अपने पत्नी को हराना चाहें तो वो नहीं हर रहा है, तुम हर रहा है. ഭാര്യയുടെ ഭർത്താവിനുമിൽ ആര് ജയിക്കുന്നെന്നുള്ളതല്ല കാര്യം, നീ അവനുമായുള്ള ഏകാഗ്രതയാണ് നിനക്ക് വിഷയമാകേണ്ടത്. पति और पत्नी में कौन जीत रहा है ये बड़ी बात नहीं है, तुम्हारा सीधाई और सच्चाई एकाग्रता मसीह के साथ है, वो खराब नहीं हो रहा है. അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കല്ല ക്രിസ്തുവിനേക്കാൾ വലുതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. आमीन. हमारे सामने आने वाला समस्या हमारे लिए मसीह से बड़ा नहीं होना है. അനാവശ്യമായ ബന്ധങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത കളയുന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ വിട്ടുകളയാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. आमीन. आज सुबह पवित्र आत्मा कह रहा है, कोई संबंध आपके जीवन में किसी के साथ जो मसीह के साथ लेके चल नहीं सकता, उसको छोड़ने के लिए पवित्र आत्मा कह रहा है. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ള ഒരു നാവും ഹൃദയവും ദൈവം തരട്ടെ. सुनने के लिए जल्दी और बोलने के लिए धीमे हो जाए. ഇന്ന് പകൽ ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ അവനിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നും അകറ്റിക്കളയുന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ ജയിക്കണം പ്രിയ. आमीन. आज दिन में कौन कौन से बात आपका सच्चाई सीधाई और एकाग्रता मसीह के साथ है, उससे आपको दूर ले जा रहा है, उन बातों पर आपको जय पाना है. അതിനും നമുക്ക് നല്ലൊരു മാതൃകയുണ്ട്. हमारा सामने एक दृष्टांत है. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജയിക്കാൻ നമുക്ക് നല്ലൊരു മാതൃകയുണ്ട്. ऐसे जय पाने के लिए हमारा सामने एक रोल मॉडल, एक दृष्टांत है. ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. सांप हव्वा को चालाकी से धोखा दिया. ആദവും ആ ചതിയിൽപ്പെട്ടു. आदम भी उस धोखा में फंस गया. ഒന്നാം ആദം സാത്താന്റെ ഉപായത്താൽ തകർക്കപ്പെട്ടപ്പോൾ पहला आदम सातान का शैतान का धोखे में जब फंस गया, ഒടുക്കത്തെ ആദം സാത്താന്റെ സകല തന്ത്രങ്ങളെയും ജയിച്ചു കയറി. आमीन. आखिरी आदम सातान का सारे धोखे के ऊपर जय पाया. ഒടുക്കത്തെ ആദമാര് അവസാനം आखिरी आदम कौन है? യേശു. ആമേൻ. ഏതന്റെ സംരക്ഷണം ഉണ്ടായിട്ടും, തേജസ്സിന്റെ വസ്ത്രം ഉണ്ടായിട്ടും, കഴിക്കാൻ എല്ലാവിധ ഫലവർഗ്ഗങ്ങൾ ഉണ്ടായിട്ടും, ഏതന്റെ അകത്തൊന്നാം ആദം പരാജയപ്പെട്ടപ്പോൾ, आमीन. एदन की बाटिया में खाने के लिए फल सब कुछ थे, सारे सुंदरता थे, उस एदन की बाटिया के सुरक्षितत्व में थे और महिमा का वस्त्र भी आदम पहना हुआ था, फिर भी शैतान के धोखा में वो गिर गया. നടുവിലും പരാജയപ്പെട്ട ഒന്നാം ആദമല്ല നിനക്ക് മാതൃക. उसके मध्य में भी पराजित हुआ पहला आदम तेरा हीरो नायक नहीं है. പക്ഷേ പുതിയ നിയമത്തിൽ ഒരു ഒടുക്കത്തെ ആദം ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. लेकिन नया नियम में एक आखिरी आदम प्रकट हो गया. അവന് മഹിമയുടെ വസ്ത്രമില്ല. वो महिमा का वस्त्र उतार कर आया. അവൻ നിൽക്കുന്നത് ഏദന്റെ സംരക്ഷണത്തിലല്ല. वो एदन के बाटिया में नहीं खड़ा हुआ, മരുഭൂമിയുടെ നടുവിൽ, वो जंगल में खड़ा है. ചൂടിന്റെയും തണുപ്പിന്റെയും നടുവിൽ, गर्मी और सर्दी, അവന് ഭക്ഷിക്കാൻ ഫലവർഗ്ഗങ്ങളില്ല. वहां पर फल नहीं था. മറിച്ച് കഴിഞ്ഞ 40 ദിവസം അവൻ ഉപവാസത്തിലാണ്. पिछले 40 दिन से उपवास में. അതിന്റെ നടുവിൽ പിശാച് ഇറങ്ങി വന്നവനെ പരീക്ഷിക്കാൻ തുടങ്ങി. उसके मध्य में शैतान उतर आकर उसको फंसाने के लिए योजना बनाया. ഓരോന്നായി അവൻ സകല സാത്താന്റെ തന്ത്രങ്ങളെയോ ആ മഹാസർപ്പത്തിന്റെ തന്ത്രങ്ങളെ തകർത്തെറിഞ്ഞു. आमीन. एक के बाद एक उसके सारे योजनाएं शैतान का आमीन मसीह के सामने वो लाया कि उसको गिराए. ഒടുവിൽ കൽവറിയുടെ കൊലക്കളത്തിൽ അവൻ സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. आमीन. लेकिन मसीह उन सब के ऊपर जय पाया. आखिरी में क्रूस पर शैतान का सिर को खुजल दिया.
ഒന്നാം ആദത്തിന്റെ അകത്ത് ആമേൻ സർപ്പം വന്ന ഒരു ചെറിയ പഴയ ആമേൻ ഒരു പഴം കാണിച്ച് വീഴ്ത്തിക്കളഞ്ഞു. आमीन. पहले आदम के पास एक फल दिखाकर सांप आकर उसको गिरा दिया. പക്ഷെ ഒടുക്കത്തെ ആദത്തെ അങ്ങനെ ഒന്നും ചതിക്കാൻ പറ്റത്തില്ല. आमीन. लेकिन आखिरी आदम के पास वैसे नहीं चलेगा. ആമേൻ. ഒടുക്കത്തെ ആദത്തിന്റെ അടുത്ത് വന്നു. और आखिरी आदम के पास आया. അവനെ പരീക്ഷിക്കാൻ, നീ ഈ കല്ലിനെ അപ്പമാക്ക്. और उसको परीक्षा देने के लिए कहा कि इस पत्थर को तो कहे कि रोटी बन जाए. വചനമറിയുന്ന ക്രിസ്തു പറഞ്ഞു, वचन जानने वाला मसीह कहा, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട്. मनुष्य केवल रोटी से नहीं परमेश्वर के मुंह से निकलने वाला और वचन के साथ जीवित रहता है. ഇന്ന് പകൽ അപ്പം കാണിച്ചു വീഴ്ത്താൻ വരുന്ന പിശാചിനോട് നീ തിരിച്ചു പറ, ഞാൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നേ. आज सुबह रोटी दिखाकर तुझे गिराने के लिए आने वाला शैतान से तू कह दे, आमीन, मैं रोटी से नहीं परमेश्वर के मुंह से निकलने वाला वचन के साथ जीवित रहता. ഏദന്റെ അകത്ത് കഴിക്കാൻ എല്ലാം ഉണ്ട്. आमीन. एदन के बाटिये में खाने के लिए सब कुछ है. എന്നിട്ട് ഒരു ആപ്പിൾ കാണിച്ച് അവൻ വീഴ്ത്തി. फिर भी ये एप्पल दिखाकर वो गिराया. ഇത് മരുഭൂമിയാ. ये मरुस्थल है. 40 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. 40 दिन से कुछ नहीं खाया. യേശുവിന് വിശക്കുന്നുണ്ട്. आमीन. यीशु को भूख था. ഇവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ കഴിവുള്ളവനാ. आमीन. ये इतना सामर्थ्य है, 5 रोटी से 5000 को खिला. അടുക്കൽ വന്ന അപ്പവുമായി തന്ത്രമൊരുക്കുകയാ. आमीन. उनके पास रोटी का बात लेकर शैतान आ रहा है. അവൻ നിനക്ക് പറ്റും, നിനക്ക് പറ്റും. आमीन. तेरे लिए होगा. നീ കാണിക്ക. आमीन. तू तेरे से हो जाएगा. तू दिखा. നീ വളരെ വേഗത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ പോകുന്നവനാ. आमीन. तू अभी 5 रोटी से 5000 को खिलाने जा रहा നീ है. ഇപ്പോ ഇതൊന്ന് വർദ്ധിപ്പിച്ച് अभी तू ऐसे कर. നിനക്ക് പറ്റൂന്നേ. आमीन. तेरे से हो जाता है. നിന്നക്ക് അതിനുള്ളതുണ്ടെന്നേ. आमीन. तेरे पास वो सामर्थ्य है ना. പിശാച് തന്ത്രമൊരുക്കുകയാ. आमीन. शैतान धोखा बना रहा है. യേശുവിന്റെ അകത്തെ ഈഗോയെ തുറന്നു വിടാൻ നോക്കുകയാ. यीशु के अंदर का ईगो को खोलने के लिए कोशिश कर रहा है. You are something. आमीन. यीशु से कह रहा है तुम कुछ है, तुम बोल हो जाएगा. അതിന്റെ അകത്തുനിന്ന് നീ ഒന്ന് പ്രതികരിക്കുക. आमीन. तू अपने ईगो में कुछ कर. ഉണ്ടോ പിശാചിന്റെ തന്ത്രം? देख शैतान का चालाकी कैसे ഇന്ന് है. പകൽ നീ അവന്റെ സകല തന്ത്രത്തെയും आज തിരിച്ചറിയും. सुबह तू उसका सारे चालाकी को समझ लेना. എടാ കർത്താവ് ഇത് ആമേൻ 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 മനുഷ്യരോർക്കും കർത്താവ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇവന്റെ മുമ്പിൽ ജയിക്കത്തില്ലേ? आमीन. हम आप सोच सकता है अगर मसीह रोटी बना दिया तो उनके सामने जय प्राप्त कर सकता है ना. താന് കൊടുക്കേണ്ടത് താന് കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ജയത്തിന്റെ അടയാളം. लेकिन जहां झुकना है, जहाँ अपने सामर्थ्य को सीमित रखना है, उधर वैसे ही करना ही बुद्धि है. താന് കൊടുക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. हम बहुत से बार झुक नहीं देते हैं. ഇന്ന് പകൽ താന് കൊടുക്കുന്നത് ജയത്തിന്റെ അടയാളമെന്ന് लेकिन आज सुबह झुक देना, मान लेना ही तेरा जय है, उसको समझ लेना. അടുത്തത് നീ താഴെ പോ, നീ താഴെ ആമേൻ നീ ജമ്പി ഇതിന്റെ മേളിൽ നിന്ന് ദൂതന്മാർ കാക്കുമല്ലോ. और उसकी बात कहा कि इससे घुम्मड़ के ऊपर से तू कूद जा कि स्वर्गदूत तेरा रक्षा कर लेगा. വചനമൊക്കെ എടുത്താ ഇപ്പം സാത്താൻ പറയുന്നേ. अभी शैतान वचन भी लेकर कह रहा है. സാക്ഷാൽ വചനത്തിന്റെ അടുക്കൽ അവൻ ഒരു വചനവുമായി വന്നു. लेकिन जो सच में वचन देहधारी हुआ उनके सामने आकर वो वचन कह रहा है. ആമേൻ ഹല്ലേലൂയ. അടുത്തത് പട്ടണം കാണിക്കുന്നു. आमीन. अगला शहरों को दिखा रहा എന്നെ है. ആരാധിക്ക. आमीन. मेरा आराधना कर. അപ്പം കാണിച്ചും ആമേൻ ഹല്ലേലൂയ സ്തോത്രം പട്ടണം കാണിച്ചും ലോകം കാണിച്ചും എല്ലാം നമ്മെ വീഴ്ത്താൻ വരുന്നതിന് ഇന്ന് പകൽ ആത്മാവിൽ ജയിക്കാൻ നമുക്ക് നല്ലൊരു മാതൃകയുണ്ട്. അവനാണ് നമ്മുടെ ആരംഭവും. हालेलुया. आज सुबह रोटी दिखाकर, शहर दिखाकर, महिमा दिखाकर तुझे गिराने के लिए शैतान जब आता है, उसके ऊपर जय पाने के लिए हमारा सामने दृष्टांत के रूप में यीशु मसीह है. അവനാണ് നിന്റെ മാതൃക. ओ है तेरा नायक. ഒന്നാം ആദം ഒരുപക്ഷെ പരാജയപ്പെട്ടിരിക്കും. पहला आदम पराजित हो गया. പിശാചേ ഒന്നാം ആദത്തിന് ഒരുപക്ഷെ നിനക്ക് ചതിക്കാം. शैतान पहला आदम को तू धोखा दे सकता. ഇത് ഒടുക്കത്തെ യാതമാണ്. आमीन. वो धोखा दे सकता. ഇത് പക്ഷെ ഒടുക്കത്തെ യാതമാണ്. लेकिन ये आखिरी आदम है. സകലത്തെയും ജയിച്ച് सबके ऊपर जय, സകലത്തിനെയും ജീവിപ്പിക്കുന്ന सबको जीवन देने वाला. ഒടുക്കത്തെ യാതം യേശു. आमीन. आखिरी आदम यीशु. വചനം പറയുന്ന യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. वचन कहता है यीशु मसीह को मुर्दे में से जिलाया हुआ वही आत्मा हमारे अंदर वास कर रहा है. യേശു ജയിച്ചതുപോലെ സകലത്തെയും ജയിക്കാൻ കർത്താവ് നമുക്കൊരു കൃപ തന്നിട്ടുണ്ട്. आमीन. जैसे यीशु ने जय पाया वैसे सब बातों के ऊपर जय पाने के लिए प्रभु आपको भी बल दे रहा है.
കണ്ണുമടച്ചവനെ വിശ്വസിക്കുക. आमीन, आंख बंद कर उस पर विश्वास करें. ഇന്നലകളിൽ നീ പരാജയപ്പെട്ട മേഖലകളിൽ നിന്നെ ജയിപ്പിക്കാൻ, आमीन, पिछले दिनों में जहां तू पराजित हो गया उधर तुम्हें विजयी बनाने के लिए വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു നിന്റെ കയ്യെ പിടിക്കുകയാ. विश्वास का कर्ता और पूर्ति करने वाला यीशु तेरे हाथ को थाम रहा है. മരുഭൂമിയിലും നിനക്ക് ജയിക്കാൻ കഴിയും. मरुभूमि में भी तू जय पाएगा. ഏതു സാഹചര്യത്തിലും നിനക്ക് ജയിക്കാൻ किसी കഴിയും. भी परिस्थिति में भी तू जय पाएगा. പിശാചിന്റെ സകല തന്ത്രങ്ങളെ ആത്മാവിൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റും. शैतान के सारे धोखे को आत्मा में तू परख लेंगे. ഇന്ന് മുതൽ നീ ജയിക്കാൻ പോകുകയാ. आज दिन तुम विजयी हो रहा നീ है. നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകാൻ പോകുകയാ. तेरे परिवार के लिए आशीष हो നിന്റെ रहा है. രാജ്യത്തിന് നീ അനുഗ്രഹമാകാൻ പോകുകയാ. तेरा राज्य के लिए आशीषित होने जा रहा है. നിന്റെ വാക്കുകൾ അനേകരെ മുറിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ കൃപയോട് കൂടിയതിന് ഉപ്പിന രസം വരുത്തുന്ന നാവുകളാൽ നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാൻ പോകുകയാ. पिछले दिन तक तेरा शब्दों से बहुत से लोग छोटा चोट खाया, तो आज से तेरा शब्द में नमकीन किया हुआ वचन के साथ तू हजारों के लिए आशीष के कारण बनने जा रहा ഇത് है. പുതിയൊരു സീഡാണ്. ये नया सीजन है. ആമേൻ. ഇത് പുതിയൊരു സീഡാണ്. एक नया बीज है. ആമേൻ. ഇതൊരു പുതിയ തലമുറയാണ്. एक नया पीढ़ी है. ആമേൻ. ഏതന്റെ അകത്ത് പരാജയപ്പെടുന്ന തലമുറയല്ല, മറിച്ച് മരുഭൂമിയിൽ സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുന്ന തലമുറ. एथन के बाटिया में पराजित हुआ आदम के समान नहीं, लेकिन मरुस्थल में भी विजय पाने वाला एक पीढ़ी. ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. मैं परमेश्वर का जलन से जलते ഞാൻ रहता हूं. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. परमेश्वर का धुन से धुन लगाए रहता हूं. ദൈവത്തിന്റെ എരിവ് എന്താണെന്നറിയാവോ? परमेश्वर का धुन क्या है? ദൈവത്തിന്റെ എരിവ് എന്താണെന്നറിയാവോ? परमेश्वर का धुन क्या है? ഒരിക്കൽ യേശു കർത്താവ് ആലയത്തിലേക്ക് ദേവാലയത്തിലേക്ക് जब एक बार यीशु मसीह मंदिर में आया, അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കണ്ട യേശു उधर बेचने वाला खरीदने वालों को देखकर यीशु ചട്ടവാറെടുത്തവരെ അടിച്ചു പുറത്താക്കാൻ एक തുടങ്ങി. कोड़ा बनाकर उनको मारकर बाहर निकाल दिया. ശാന്തനും സൗമ്യനുമായ യേശു, हमें शांत और शांत यीशु. ആമേൻ, ഹല്ലേലൂയ. കായിക ബലം ഉപയോഗിച്ച് ഏക സ്ഥലം അതാണ്. एक ही जगह तो अपने शरीर का बल उपयोग किया, वो इधर ही है. ആമേൻ. എന്റെ ആലയത്തെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് അവരെ അടിച്ചു और പുറത്താക്കുമ്പോൾ यीशु ने ये कहकर उनको बाहर निकाला, मेरा भवन प्रार्थना का भवन कहलाया जाएगा. तू उसको बाजार बना दिया, आमीन, धंधा करने वाला जगह बना दिया कर उनको बाहर निकाला. ആമേൻ. ആ യേശുവിനെ കണ്ട് അത്ഭുതപ്പെട്ട ശിഷ്യന്മാരുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു വചനമിട്ടു. आमीन. यीशु का इस स्वभाव को देखकर चेले लोग आश्चर्यचकित हो रहा था. तब पवित्र आत्मा एक वचन दिया. ആമേൻ. ആലയത്തെ കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു. आमीन. मंदिर के बारे में उनका धुन उनको खा डाला. യേശുവിനെ ആമേൻ ആമേൻ യേശുവിന്റെ അകത്ത് ആമേൻ ഹല്ലേലൂയ ആലയത്തെ കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു. ഏത് എരിവ് യേശുവിനെ തിന്നുകളഞ്ഞേ? हमें कौन सा धुन है जो यीशु को वैसे करने के लिए प्रेरित किया? ആലയത്തെ കുറിച്ചുള്ള എരിവ്. मंदिर के बारे में, എന്തിനെ കുറിച്ചാ? भवन के विषय में. ആമേൻ. ഏത് ആലയത്തെ കുറിച്ചാ? कौन सा मंदिर? പ്രിയരെ, ആദ്യമായി മനുഷ്യൻ ദൈവത്തിന് ഒരു ആലയം പണിയുന്നത് BC 900 അത് ശലോമോനാണ്. सबसे पहले मनुष्य परमेश्वर के लिए एक मंदिर बनाया BC 1000 में, वो सुलेमान बनाया. 900 വാസ്റ്റർ കറക്റ്റ് 900 BC 900 में. ആമേൻ. ആദ്യമായി അത് ആക്ച്വലി ദാവീദിനാണ് സ്വപ്നം കിട്ടിയതെങ്കിലും ദൈവം പൂർത്തീകരിച്ചു. ആമേൻ. പണിയിപ്പിച്ചു ശലോമോനിലൂടെ. दाऊद ने इच्छा की, लेकिन सुलेमान के द्वारा पूरा हो गया. BC 900 BC 900. ആമേൻ. 610 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BC 610 നെബൂഖദ്നേസർ അത് തകർത്തു, ഇടിച്ചു കളഞ്ഞ ആലയം. लेकिन मेरा याद सही है तो BC 630 में नबूखदनेस्सर राजा ने उसको गिरा दिया. അതിനുശേഷം उसके बाद BC 538 आमीन BC 538 में ആമേൻ സെരുബ്ബാബേലും മഹാപുരോഹിതനായ ജോഷുവയും കൂടെ വീണ്ടും सेरुब्बाबेल और महायाजक यहोशू मिलकर उस मंदिर को फिर से बनाया. അതിനുശേഷം BC 175 ഒരു സംഭവം ഉണ്ടായി. उसके बाद BC 75 में एक बात हुआ. ഇത്തിക്കോസ് എഫിഫാൻസ് എന്ന രാജാവ് കടന്നു വരികയും അതിന്റെ അകത്ത് ആലയത്തിന്റെ അകത്ത് പന്നിയെ യാഗം കഴിക്കുകയും ജൂപ്പിറ്റർ ദേവന്റെ വിഗ്രഹം വെക്കുകയും और एपिफास नामक एक राजा आया और उस मंदिर के अंदर सूअर का बलिदान चढ़ाया और जूपिटर देव का मूर्ति लगाया. കലാപം എന്ന വലിയ കലാപം അത് മുഖാന്തരം और उस समय बड़ा लड़ाइयां हुआ. ആലയത്തിനകത്ത് ഒരു ആരാധനയുമില്ല.
आमीन। अब मंदिर के अंदर कोई आराधना नहीं है। 150 BC 150 में ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു। फिर से आराधना शुरू हो गया। ശേഷം उसके बाद AD യേശുവിന്റെ മരിച്ചുയർപ്പിന് ശേഷം उसके बाद यीशु आया, मरकर जी उठने के बाद AD में 70 में ഈ ആലയം റോമ സാമ്രാജ്യം പിന്നെയും ആലയം തകർത്തു കളഞ്ഞു। आमीन। रोमा सम्राट इस मंदिर को फिर से तोड़ दिया। ആദ്യമായി ശലോമോൻ ആലയം പണിതു। पहले सुलेमान ने बनाया, അതിനെ നെബൂഖദ്നേസർ ഇടിച്ചു കളഞ്ഞു। उसको नेबूकदनेस्सर ने तोड़ा। ശേഷം സെരുബാബേലും മഹാപുരോഹിതനായ ജോഷുവയും കൂടെ രണ്ടാമതൊരു उसके बाद जेरुब्बाबेल यहोशू मिलकर दूसरे बार उसको बनाया। ആ ആലയത്തെ AD 70 उस मंदिर को AD 70 में റോമ സാമ്രാജ്യം ഇടിച്ചു തകർത്തു। आमीन। रोमा सम्राट उसको गिरा दिया। ഇടിച്ചു തകർത്തിട്ട് അതിന് തീ വെച്ചു। उसको गिराकर उसको आग जलाया। എന്തിനാണെന്നറിയാവോ? आग क्यों जलाया? അതിന്മേൽ ഒരുപാട് സ്വർണം പൂശി। उस मंदिर में बहुत सारे सोना लगा हुआ ആ था സ്വർണം മുഴുവൻ ഈ തീ വെക്കുമ്പോൾ ഈ ഉരുകി ഇറങ്ങും। और इस आग से सोना सब पिघल कर नीचे आया। ആ ഉരുകി ഇറങ്ങിയിട്ട് ഇത് ഈ ആലയത്തിന്റെ അടിസ്ഥാനത്തിൽ और वो सोना पिघल कर उसका फाउंडेशन तक निकल आ गया। ആ സ്വർണം എടുക്കാൻ और उस सोना निकालने के लिए ആലയത്തിന്റെ ഫൗണ്ടേഷൻ വരെ അവർ ഇളക്കി। उस मंदिर का नींव तक वो ढा दिया ആ കല്ല് വരെ ഇളക്കി കളഞ്ഞു। और सारे पत्थर को ढा दिया। യേശുവിന്റെ പ്രവചനം അന്ന് നിവൃത്തിയായി। और यीशु का भविष्यवाणी उस दिन पूरा हो गया। യേശു ഒരിക്കൽ ആലയത്തെ ചൂണ്ടി പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്ന മഹാപണിയില്ലേ, ഇതിന്മേൽ ഒരു കല്ല് ശേഷിക്കാതെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കും। एक बार यीशु इस मंदिर को देखकर कहा था कि तुम इस मंदिर को, बड़ा मंदिर को देख रहा है, लेकिन इसके ऊपर पत्थर नहीं रहेगा, ऐसे ढा दिया जाएगा। ഹല്ലേലൂയ। ശലോമോൻ പണിത ആലയം ഒരുപക്ഷേ നെബൂഖദ്നേസറിനെ തകർക്കാം। सुलेमान बनाए हुए मंदिर को नेबूखदनेस्सर ने गिरा दिया। സെരുബാബേൽ പണിത മന്ദിരം റോമ സാമ്രാജ്യത്തിന് തകർക്കാം। सेरुब्बाबेल बनाए हुआ मंदिर रोमा सम्राट ने ढा दिया। എന്നാൽ സെരുബാബേൽ നെബൂഖദ്നേസറിന് റോമ സാമ്രാജ്യത്തിനും എന്തിനേറെ പോലും പാതാള ഗോപുരത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ഒന്ന് പെന്തക്കോസ്ത് നാളിൽ സ്വർഗം പണി തുടങ്ങി। അതാണ് അവന്റെ സഭ। लेकिन नेबूखदनेस्सर और रोमा सम्राट और दुनिया का कोई भी ताकत अथोलों के फाटक भी कुछ भी नहीं कर सकता। ऐसा एक मंदिर का काम पेंतकोस्त के दिन में जेरूशलेम में यीशु आरंभ किया। അതാണ് സഭ। वो है कलीसिया। കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയോ। यीशु ने कहा, मैं मेरे कलीसिया को बनाऊंगा। പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല। अथोलों के फाटक उस पर प्रबल नहीं होगा। പാതാള ഗോപുരങ്ങൾ എന്തിനെ ജയിച്ചാലും आमीन। अथोलों के फाटक किसी के ऊपर विजय हो सकता है। ക്രിസ്തുവിനെ മൂലക്കല്ലാക്കി അടിസ്ഥാനമാക്കി പണിത സഭയെ ജയിക്കാൻ അതിന് കഴിയത്തില്ല। आमीन। उस कलीसिया को जिसका नींव सिर होने के पत्थर यीशु मसीह सोए है, उसका ऊपर कोई भी विजय नहीं हो सकता। പ്രിയരെ, മനുഷ്യൻ കല്ലുകൊണ്ട് പണിത ആലയത്തിലല്ല ദൈവം വസിക്കുന്നത്, പിന്നെ അവന്റെ ശരീരമായ സഭയായ അവന്റെ കൈപ്പണിയായ നമ്മളിൽ അവൻ വസിക്കുന്നേ। आमीन। प्रियो, पत्थरों से बनाए हुआ मंदिर में परमेश्वर वास नहीं करता, लेकिन आप और मैं जो उसका मंदिर है, जो उसका बनाया हुआ है, उसमें वो वास करता है। വചനം പറയുന്നു, वचन कहते हैं നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും आप परमेश्वर का मंदिर है। ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? और क्या तुम नहीं जानते हो, पवित्र आत्मा तुम्हारे अंदर वास करता ആരാ है। ദൈവത്തിന്റെ മന്ദിരം? हम है प्रभु का मंदिर। ആരാ സഭ? कौन है मंदिर? ഈ ബിൽഡിംഗ് ആണോ? ये बिल्डिंग है। ആരാ സഭ? कौन है कलीसिया? പറ, ഞാനാ സഭ। बोलो, मैं हूँ। ഞാനാ സഭ। मैं हूँ कलीसिया। യേശു എന്താ പറഞ്ഞേ? यीशु ने क्या बोला? ഞാൻ എന്റെ സഭയെ പണിയും। मैं मेरा कलीसिया को बनाऊंगा। യേശു എന്നെ പണിയും। यीशु मुझे बनाएगा। യേശു നിങ്ങളെ പണിയും। यीशु आपको बनाएगा। പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല। अथोलों के फाटक उस पर प्रबल नहीं होगा। 2019 2019 യേശു നിന്നെ പണിയുന്ന വർഷമാ। यीशु तुझे बनाने वाला साल है। അവൻ നിന്നെ പണിയുന്ന വർഷമാ। तुझे बनाएगा। ഏറ്റവും ഉയരെ അവൻ നിന്നെ പണിയുന്ന വർഷമാ। आमीन। तुझे ऊंचा बनाएगा। ഒരു പിശാചിന്റെ തന്ത്രത്തിൽ കുടുങ്ങി പോകാതെ വണ്ണം कोई भी शैतान का धोखा में ना गिरे, वैसे ऊंचा तुझे बनाने जा रहा है। കർത്താവ് നിന്നെ പണിയും। प्रभु तुझे बनाएगा। തകർക്കുകയല്ല, അവൻ നിന്നെ പണിയും। तुझे तोड़ेगा नहीं, बनाएगा। ആരൊക്കെ നിന്നെ തകർക്കാൻ
പദ്ധതികൾ നടത്തിയാലും യേശു നിന്നെ പണിയും. कोई भी तुझे तोड़ने का योजना बनाए लेकिन प्रभु तुझे बनाएगा. അവൻ ഏതൊക്കെ ശക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റാലും कोई भी सामर्थ तेरे विरोध में आए നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെ അവൻ പണിയോ. तुझे तेरे परिवार को तेरे पीढ़ी को यीशु बनाएगा. ഇതിന്റെ അകത്ത് അസാധാരണ ദൈവശക്തി ഈ പകൽ വ്യാപരിക്കുന്നു. इस सोल के अंदर असीमित परमेश्वर का सामर्थ उतर रहा है. പിശാച് നിന്നെ ഒരുപാട് പേടിപ്പിച്ചു. शैतान तुझे बहुत डराया. നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞു. आमीन बोला कि तेरे परिवार को तोड़ നിന്റെ डालेंगे, ഭാവി തകർക്കുമെന്ന് പറഞ്ഞു. तेरा भविष्य को नष्ट നിന്റെ करेंगे, ബിസിനസ് തകർക്കുമെന്ന് तेरा പറഞ്ഞു. बिजनेस को नष्ट അവൻ करेंगे, നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞു. तेरा बच्चों को नष्ट करेंगे. കർത്താവ് പറഞ്ഞു ഞാൻ പണിയും. लेकिन प्रभु कह रहे मैं बनाऊंगा. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. प्रभु अनुकूल है तो प्रतिकूल कौन है? സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. शरुब्बाबेल तेरे सामने ये पहाड़ कौन? നീ സമനിരപ്പായി മാറൂ. तो समस्थल बन ഇന്ന് जाएगा. പകൽ നമുക്കെതിരായി ഏതൊക്കെ പാതാള ഗോപുരങ്ങൾ എഴുന്നേറ്റാലും आज सुबह आपका विरोध कोई भी पहाड़ खड़ा हो जाए, കർത്താവിന്റെ വചനം പറയുന്നു ഞാൻ എന്റെ സഭയെ പണിയോ. प्रभु कह रहा मैं मेरे कलीसिया को बनाऊंगा. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല. आमीन अधोलोक के फाटक उस पर प्रबल नहीं होगा. സാത്താന്റെ ഒരു തന്ത്രത്തിന് ജയിക്കാൻ കഴിയത്തില്ല. आमीन कोई भी शैतान का विद्या उसके ऊपर जय नहीं होगा. കർത്താവ് നിന്നെ പണിയോ. प्रभु तुझे बनाएंगे. രോഗത്തിന് നിന്റെ ജീവൻ എടുക്കാൻ കഴിയത്തില്ല. लोग दुनिया तेरे विरोध में कुछ नहीं कर पाएंगे. രോഗത്തിന് നിന്റെ ശരീരത്തിന്റെ രോഗത്തിന് നിന്റെ ജീവൻ എടുക്കാൻ കഴിയത്തില്ല. बीमारी आकर तेरा जीवन को नहीं छीन पाएगा. ദൈവം നിന്റെ കൂടെയാ. प्रभु तेरा संग है. ദൈവം നിന്നെ പണിയുന്നു. प्रभु तुझे बना ഈ रहा है. പകൽ ആകാശത്തെയും ഭൂമിയെ സകലത്തെയും സൃഷ്ടിച്ചവൻ തന്റെ സഭയെ പണിയാൻ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. आकाश और पृथ्वी को बनाया हुआ प्रभु आज इसके मध्य में उतर आया कि तुझे वो बनाए. പാതാള ഗോപുരങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ അവന്റെ സഭയായ നീയാ. आमीन अगर कुछ है जो कोई नहीं नष्ट कर सकता वो तू है उसका कलीसिया. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളായ ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതിന് ആമീൻ പറ. अगर उसके शरीर के अंग कोई इधर अंदर है तो उसके वचन के लिए आमीन कहे. അവൻ ഇന്നലെ വരെ നീ അനുഭവിക്കാത്ത അളവിൽ അവൻ നീ ഇന്ന് പകൽ അവനെ അനുഭവിക്കാൻ പോകുകയാ. आज सुबह वह उसको आप उसको अनुभव करने जा ഭയങ്കര रहा है. ധൈര്യം ചിലരുടെ മേലേക്ക് വരികയാ. आमीन ऐसे हिम्मत लोगों के अंदर आ रहा है. നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ തകർച്ചകളെ കണ്ടിട്ടുള്ളൂ. तेरा परिवार के अंदर तू गिरावट को देखा है. മോളെ പക്ഷേ ഇന്ന് മുതൽ കർത്താവ് നിന്നിൽ വലിയ വ്യത്യാസം വരുത്തും. लेकिन आज से प्रभु सब कुछ बदल रहा है. നിന്നിലൂടെ സകലതിനെയും പണിയും അവൻ. तेरे द्वारा आप बनाने के काम ദൈവം होगा. എല്ലാം തിരിച്ചു പണിയാൻ പോകുകയാ. प्रभु वापस बनाने जा रहा അവൻ है. നിന്റെ ശുശ്രൂഷയെ അവൻ പണിയുന്നു. तेरा सेवकाई को നിന്റെ बनाएगा. തലമുറയെ അവൻ പണിയുന്നു. तेरा पीढ़ी को बनाएगा. ദൈവത്തിന് പ്രയോജനമുള്ള രീതിയിൽ ഇന്ന് പകൽ അവൻ ചിലരെ പണിയുകയാ. हमें कुछ लोगों को पवित्र आत्मा यहाँ पर बना रहा है. ദൈവത്തിന് പ്രയോജനമുള്ള രീതിയിൽ ദൈവം ചിലരെ ഇന്ന് പകൽ പണിയുന്നു. परमेश्वर के लिए प्रयोजन होने लायक तुझे बना रहा है. അവൻ നീ ദൈവത്തിന്റെ ശരീരമാണ്. क्योंकि तू उसका देह है. നീ അവന്റെ സഭയാണ്. तू उसका कलीसिया है. കർത്താവിന്റെ വചനം പറയുന്നു ഞാൻ എന്റെ സഭയെ പണിയും. वचन कहता है मैं मेरे कलीसिया को बनाऊंगा. നിന്നെ അവൻ വിളിച്ചത് തകർക്കാനല്ല, तुझे इसलिए नहीं बुलाया कि कोई तुझे नाश करे. നിന്നെ പണിയാനാ. तुझे बनाएगा നിന്നെ वो. പണിയാനാ. तुझे बढ़ाएगा. പാതാള ഗോപുരങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അളവിൽ നിന്നെ ഉയർത്തി പണിയാനാ. इतना बनाएगा इतना बढ़ाएगा कि अधोलोक के फाटक तेरे ऊपर प्रबल नहीं होगा. അതോ ലോകത്തിന്റെ പാതാള ഗോപുരത്തിന് എത്ര ഉയർച്ചയുണ്ടെങ്കിലും आमीन अधोलोक का फाटक कितना भी ऊंचा हो അവൻ അതിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. तुम्हें उसके ऊपर बनाएगा और तू कुछ भी नहीं कर पाएगा. അവൻ നിന്നെ അതിന്റെ മേളിൽ സ്വർഗം ഇന്ന് പകൽ പണിയുകയാ. उसके ऊपर तुझे बना रहा है. ശദര ഖറ ഖചന ഖർഗന അടഗജന ഹർബനെ ധുനിവന അർത്ഥമന ധരഗദര ഇന്ന് പകൽ ആഴത്തിൽ പരിശുദ്ധ ആത്മാവ് ചിലരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുകയാ. आज लोगों के जीवन में पवित्र आत्मा अद्भुत कार्य कर रहा है. വർഷങ്ങളായി നീ കാത്തിരിക്കുന്നതിന്റെ മേൽ ഇന്ന് പകൽ ദൈവാത്മാവിന്റെ കരം ചലിക്കുന്നു. हमें सालों से तू बाढ़ जो रहा था आज पवित्र आत्मा तेरा जीवन में ला ചില रहा है. പണികൾ ഇന്ന് പകൽ നിന്റെ ആത്മീക ജീവിതത്തിൽ നടക്കുകയാ. तेरे आत्मिक जीवन में कुछ काम आज सुबह हो നിന്റെ रहा है. പ്രാർത്ഥനാ ജീവിതത്തിൽ ചില പണികൾ നടക്കുന്നു. तेरा प्रार्थना जीवन में कुछ काम हो रहा ഞാൻ है. കാണുന്ന കാഴ്ച मैं आत्मा में देख रहा हूं. ദൂതന്മാരിറങ്ങി വലിയ ഭാരമുള്ള കല്ലുകൾ എടുത്തൊരു പണി നടത്തുന്നത് പോലെ ചിലരുടെ ജീവിതത്തിൽ വലിയ പണികൾ നടത്തുന്നു. स्वर्गदूत उतर आकर
पत्थर लगा लगा कर कुछ काम कर रहा है। ദൈവം നിന്നെ പണിയുകയാ. प्रभु तुझे बना रहा നിന്നെ है, പണിയുകയാ. तुझे बना रहा है। അനേകർക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ യേശു ഇന്ന് പകൽ നിന്നെ പണിയുകയാ. यीशु आज तुझे बना रहा है, നിന്റെ ദേശത്തിന് അനുഗ്രഹമാകുന്ന രീതിയിൽ, രാജ്യത്തിന് പ്രതീക്ഷയാകുന്ന രീതിയിൽ യേശു ഇന്ന് പകൽ നിന്നെ പണിയുന്നു. यीशु आज तुझे बना रहा है, യേശു നിന്നെ പണിയുകയാ. यीशु तुझे बना रहा നിന്റെ है। തകർച്ചകളുടെ ചരിത്രം ഇന്നോടെ മാറുകയാ. आमीन। तेरा गिरावट देखने के लिए खड़ा हुआ शैतान हट जा रहा है। ആമേൻ. അനേകർക്ക് ഒരു ആശ്രയമാകത്തക്ക രീതിയിൽ अनेक लोगों के लिए आशीष बनने के लिए ദൈവം നിന്നെ ഇന്ന് പകൽ പണിയുന്നു. प्रभु आज सुबह तुझे बना रहा है। മാർഖബര ശന്തരാർത്ഥര റഹത്തിനി അസിമന ജന രഗത്തെ ഷാദര പ്രബോധുരി. യേശു നമ്മെ പണിയും. यीशु आपको बनाएगा। I will build my church I will build my church। मैं मेरा कलीसिया को and the बनाऊंगा, gates of hate cannot prevail over it. अधोलों के फाटक उस पर प्रबल नहीं होंगे। ഇന്ത്യയിൽ ദൈവം തന്റെ സഭയെ പണിയുന്നു. भारत में यीशु अपने कलीसिया को बना रहा है। ഒരു പിശാചിനും തൊടാൻ കഴിയാത്ത രീതിയിൽ, कोई भी शैतान नहीं छू पाएंगे, അവൻ ഒരു ശക്തികൾക്കും തകർക്കാൻ കഴിയാത്ത कोई രീതിയിൽ भी सामत नहीं गिरा അവൻ पाएंगे। തന്റെ സഭയെ പണിയും. वो अपने कलीसिया को बनाएगा। പിശാച് നിനക്ക് വേണമെങ്കിൽ ചർച്ചിന്റെ ബിൽഡിംഗ് തള്ളിപ്പൊട്ടിക്കാം. हमें शैतान तो बिल्डिंग को गिरा सकता है, പക്ഷെ സഭയെ തൊടാൻ കഴിയത്തില്ല. लेकिन कलीसिया को छू नहीं सकता। സഭ പണിയേ. कलीसिया को वो बना रहा है। കാരണം ഇത് മനുഷ്യനല്ല പണിയുന്നത്, कलीसिया को मनुष्य नहीं बना ഇത് रहा है, ദൈവമാണ് പണിയുന്നത്. ये प्रभु बना रहा है। ഇന്ന് പകൽ അവന്റെ ശവയവത്തോട് അവന്റെ സഭയോട് ചേരണമെങ്കിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതുവരെ ചേർന്നിട്ടില്ലാത്തവർ आमीन। आज सुबह उसके कलीसिया बनने के लिए, उसका देह के अंग बनने के लिए अपने आप को दे दीजिए। നീ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. आज आप उसके शरीर का अंग है। നിന്റെ അകത്തോടുന്ന രക്തം അവന്റെയാണ്. आपके अंदर जो लहू बह रहा वो उसका है, അവനാണ് നിന്റെ തല. वो उसका वो आपका सिर है। നിന്റെ നിർദ്ദേശങ്ങൾ അവനിൽ നിന്നാണ് വെളിപ്പെടുന്നത്. आपके जीवन का डायरेक्शन उसकी ओर से आते हैं। ഞാൻ എന്റെ സഭയെ പണിയും. मैं मेरा कलीसिया को बनाऊंगा। 2019 ഇന്ത്യയിലെ സാധാരണക്കാരനെ പോലും മനസ്സിലാകത്തക്ക രീതിയിൽ യേശു തന്റെ സഭയെ പണിയുന്നു. भारत का अनपढ़ और साधारण लोग भी समझ पाए वैसे यीशु अपना कलीसिया को बना रहा है। 2019 നിന്റെ ബന്ധുക്കാർക്ക് നീ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവൻ നിന്നെ പണിയും. आप अपने मित्रों को बताने का जरूरत भी नहीं, वो देखकर समझ लेगा वैसे प्रभु आपको बनाएगा। നിന്റെ ബന്ധുക്കാർ, നിന്റെ ചാർച്ചക്കാർ, तेरा बंधु मित्र लोग, ഒരുപാട് നാൾ നിന്നെ കളിയാക്കി നിന്നെ പഴിച്ചവർ, हमें बहुत से तेरा मजाक उठाने वाला लोग, ഒന്നും പറയാതെ തന്നെ वो आप कुछ कहे बिना നിന്നെ കണ്ട മാത്രയിൽ तुझे മനസ്സിലാക്കാൻ देखकर ही समझ लेगा। ദൈവം നിന്നെ 2019 പണിയും. 2019 में प्रभु तुझे बना रहा है। സാധാരണ ദൈവ സാന്നിധ്യം നിന്റെ അകത്തുണ്ട്. बहुत अद्भुत उपस्थिति इस हॉल के अंदर है। കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. बहुत से आंख से पानी आमीन आंसू उतर रहा है। യേശു ആഴത്തിൽ അനേകരെ ഇന്ന് പകൽ തൊടുകയാ. ओ आज सुबह पवित्र आत्मा लोगों को छू നിനക്ക് रहा है। നല്ലൊരു നായകനുണ്ട്. आपके लिए एक अच्छा नायक है, നിനക്കൊരു നല്ല മണവാളനുണ്ട്. आपके लिए एक अच्छा നിനക്ക് दुल्हा വേണ്ടി है। തന്നെ തന്നെ ഏൽപ്പിച്ചു തന്നവൻ, आमीन। ओ दुल्हा जो अपने आप को आपके लिए दे दिया, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. जो आपको बुलाया है वो विश्वास അവൻ നിന്നെ योग्य है। വഴിയിൽ വിട്ടേച്ചു പോകത്തില്ല. वो रास्ते में तुझे छोड़कर नहीं സഹോദര जाएगा। സഹോദരി, അവൻ നിന്നെ പണിയാനാണ് വിളിച്ചത്. बहन भाई आपको बनाने के लिए वो बुलाया നീ ഇനി आपको। വാലല്ല, നീ തലയായിരിക്കും. तो पूंछ नहीं सिर ही നീ ठहरेगा। അവന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക. तो उनके उपस्थिति में अपने आप को नम्र कर कर दे ലോകം दीजिए। അത്ഭുതം കുറുമാർ അവൻ നിന്നെ വളർത്താൻ പോകുന്നു. दुनिया आश्चर्यचकित होने लग तुझे वो बनाने जा रहा है। സഭയെ ദൈവം വളർത്താൻ പോകുന്നു. कलीसिया को बनाने जा रहा, बढ़ाने जा ദൈവം रहा, നമ്മെ വളർത്താൻ പോകുന്നു. परमेश्वर में बढ़ाने जा रहा। 2019 നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അസാധാരണ വളർച്ച, ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത്, സൂപ്പർ നാച്ചുറൽ ഗ്രോത്തിന്റെ വർഷമാണ്. 2019 में एक अलौकिक बढ़ोतरी का साल है। കാരണം he is more than ready. हमें क्योंकि वो तैयार है।
हमें more than ready, तैयार से ज्यादा वो तैयार। तैयार से भी बढ़कर है। Amen. He is more than ready to overwhelm you with all forms of grace. ओ तैयार से भी बढ़कर है, हर प्रकार की अनुग्रह से आपको आशीष So देगा, that you will have more than enough. ताकि तेरे पास जरूर से भी बढ़कर रहे And he will make you to overflow with abundance. और आपको ऐसे बनाएगा कि बहुतायत से तू बहते रहेगा। Whatever you do. जो कुछ भी आप करें। Hallelujah. हालेलुया। സ്വർഗീയ പിതാവേ നല്ല പകലിനായി നന്ദി. स्वर्गीय पिता अच्छा दिन के लिए കേൾപ്പിച്ച धन्यवाद, വചനത്തിനായി സ്തോത്രം. वचन के लिए धन्यवाद। സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ आमीन, सौंपता हूँ मैं യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम से आमीन। प्रभु हमारा प्रार्थना सुना, हाथ उठा के प्रभु को धन्यवाद करें। हालेलुया, जोर से हालेलुया। ताली बजा के प्रभु को महिमा दे। गॉड ब्लेस यू, प्रभु आपको आशीष दे।